മദീനയിലൂടെ സ്വലാത്തിലേക്ക് എന്നതാണ് എൻ്റെ വിഷയം. എന്തു മദീന, എന്തു സ്വലാത്ത്, അതിലെന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുജി പറഞ്ഞിരുന്നത്, അടുത്ത നൂറ്റാണ്ടിൽ മതവും തമ്മിലുള്ള സംഘട്ടനമല്ല ഞാൻ പേടിക്കുന്നത്, മതവും ശാസ്ത്രവും തമ്മിലുള്ള സംഘട്ടനമാണ് ഞാൻ പേടിക്കുന്നത്. അതിൽ ശാസ്ത്രം മതത്തെ തോൽപ്പിക്കുകയും മതം തരിപ്പണമാവുകയും ചെയ്യും. ഒരു നൂറ്റാണ്ട് മുമ്പ് പലരുടെയും പ്രവചനം അങ്ങനെയായിരുന്നു. മതം മരിച്ചു, ദൈവം മരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നവരുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ്, മതങ്ങൾ സജീവമാണ്. ജവഹർലാൽ നെഹ്റുജി മരിക്കുന്നതിന് മുമ്പ് പത്രക്കാർ ചോദിച്ചു, നിങ്ങളുടെ ശേഷം അടുത്ത പ്രധാനമന്ത്രി ആരാണോ? നെഹ്റുജി പറഞ്ഞിരുന്നത് 10 കൊല്ലത്തേക്ക് ഞാൻ മരിക്കില്ല എന്നാണ്. ഒരുപക്ഷെ അദ്ദേഹം ധരിച്ചിരിക്കുക വൈദ്യശാസ്ത്രം വളരെ വളർന്നിട്ടുണ്ട്, എന്റെ ജീവൻ സംരക്ഷിക്കാൻ വൈദ്യശാസ്ത്രത്തിന് കഴിയും. പക്ഷേ പറഞ്ഞൊരാഴ്ച കഴിയുമ്പോഴേക്ക് നെഹ്റുജി മരിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് വൈദ്യശാസ്ത്രത്തിന് ഒരാളുടെ ജീവനും രക്ഷിക്കാൻ കഴിയില്ല. മതം അള്ളാഹുവിന്റെ തീരുമാനം അല്ലാതെ മറ്റൊന്നും നടക്കില്ല. ഇന്ന് മാർച്ച് 11 കഴിഞ്ഞ മാർച്ച് 8 കഴിഞ്ഞ ബുധനാഴ്ചയാണ് ചൈനയിൽ നിന്ന് മലേഷ്യയിലേക്ക് പറന്ന 239 യാത്രികരുമായുള്ള പ്ലെയിൻ തകർന്ന് എന്ന് മാത്രമല്ല, ലോകത്തെ വികസിത രാജ്യങ്ങളുടെ എല്ലാ പരീക്ഷണ നിരീക്ഷണങ്ങളും എല്ലാം നടത്തി ഇന്നേ വരെ ഒരു തുമ്പും കിട്ടിയില്ലെന്ന് മാത്രമല്ല, 2 മാസം മുമ്പ് ഇനി ഞങ്ങളത് പിന്മാറിയെന്ന് പറഞ്ഞു. ഇവിടെ ശാസ്ത്രം പുരോഗമിച്ചെങ്കിൽ എന്തുകൊണ്ട് സാധിച്ചില്ല? ഇവിടെ സ്ത്രീ സമൂഹത്തിന് വലിയ പരിഗണന നൽകി സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അവകാശപ്പെടുമ്പോ കഴിഞ്ഞ ബുധനാഴ്ച 8 മന്ത്രി ശൈലജ പറഞ്ഞിരുന്നത് സ്ത്രീ വീട്ടിനുള്ളിൽ പോലും സുരക്ഷിതയല്ല. ഇവിടെയാണ് ഞാനതുപോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. 1-2 സാമ്പിൾ നിങ്ങൾ മുമ്പിൽ വെച്ചു എന്ന് മാത്രം. നമുക്ക് അള്ളാഹുവിലേക്ക്, മതത്തിലേക്ക്, ഇസ്ലാമിലേക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരലല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല എന്നത്. അഥവാ ഒരു മനുഷ്യൻ മുസ്ലിം ആവണമോ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് 1000-10,000 തവണ പറഞ്ഞതുകൊണ്ടായില്ല, ജനിച്ചോടം തൊട്ട് മരണം വരെയും പറഞ്ഞതായില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കാത്ത കാലത്തോളം, അംഗീകരിച്ചു എന്ന് പറയുന്നത് മനസ്സുകൊണ്ട് അംഗീകരിച്ച് നാക്കുകൊണ്ട് പരസ്യമായി പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഒരിക്കലും അവൻ മുസ്ലിം ആവുകയില്ല. അത് മനസ്സുകൊണ്ട് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ, എനിക്കെല്ലാറ്റിലും വലുത് അല്ലാഹു തആല സൃഷ്ടിച്ച സൃഷ്ടികളിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ മറ്റാരും എനിക്കില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ബുഖാരി, മുസ്ലിം നിവേദനം ചെയ്യുന്ന സ്വഹീഹ ഹദീസ് നിങ്ങൾക്കൊക്കെ മനപ്പാഠമുണ്ടായിരിക്കും. ഈ ലോകത്തെല്ലാ വസ്തുവിനേക്കാളും, തന്റെ ഭാര്യയെക്കാളും, തന്റെ മക്കളെക്കാളും, തന്റെ കുടുംബത്തെക്കാളും, സർവസ്വത്തെക്കാളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ എന്നാണോ കഴിയുന്നത്, അന്നു മാത്രമാണ് യഥാർത്ഥ മുഅ്മിനായി മാറുന്നത്. അതിന് കുറെ ഘടകങ്ങളുണ്ട്. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എല്ലാറ്റിലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമർപ്പിക്കുക എന്നത്. ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വസ്തുക്കൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ചെന്നെത്തുക അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ്. ഉദാഹരണത്തിന്, ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിക്കുന്ന, ബഹുമാനിച്ച സ്ഥലമാണ് പരിശുദ്ധമായ മക്കത്തുൽ മുകറമ. ലോകത്ത് ധാരാളം കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ നമുക്ക് കാണാം. അത് ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ചതാണ്.
പള്ളി. അഹബ്ബുൽ ബിഖാഇ ഇലല്ലാഹി മസാജിദുഹാ വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. നാടുകളിൽ അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളാണ്. പള്ളി അല്ലാഹു തആല ഇഷ്ടം വെക്കുന്നത് ആ പള്ളിയുടെ മുനാറും അതിന്റെ റൂഫിങ്ങും അതിന്റെ ഫ്ലോറിങ്ങും അതിന്റെ ആർക്കിടെക്റ്റും അതിന്റെ ഡിസൈനും ഒന്നും നോക്കിക്കൊണ്ടല്ല, മറിച്ച് പള്ളി അതിന്റെ ലക്ഷ്യങ്ങളാണ്. ആ പള്ളിയിലേക്ക് മഹാനായ ഇമാം റാജി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ഒരു മുസ്ലിമായ മനുഷ്യൻ പള്ളിയിലേക്ക് കടന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന ദിക്ർ സ്വലാത്ത് ദുആ കൊണ്ട് കടന്നാൽ, പിന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അങ്ങനെ സ്വലാത്തിന് പുറത്ത് കടക്കുന്നത് വരെയും പള്ളികളിൽ നിന്ന് ദിക്റല്ലാതെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് അല്ലാഹു തആല പള്ളി ഇഷ്ടം വെക്കുന്നത്. ആ പള്ളികളിൽ അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അവിടെ ഇവിടുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഒരു തവണ ആയി 1,00,000 തവണ പറയുന്നതും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു തവണ പറയുന്നതും പുണ്യമാണ്. അവിടെ നിന്ന് എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുക തന്നെ ചെയ്യും. അവിടെ അല്ലാഹു തആല ആദരിച്ചതെല്ലാം ഹജറുൽ അസ്വദ്, അതുപോലെ തന്നെ മുൽതസബ്, മീസാബ്, സഫ, മർവ, ഇബ്രാഹിം മഖാം, അല്ലാഹു തആല ആദരിച്ചതെല്ലാം അവിടെ തന്നെ അല്ലാഹു തആല പ്രതിഷ്ഠിപ്പിച്ചു, അല്ലാഹു തആല അവിടെ സ്ഥാപിച്ചു. ഇതിന്റെ കാരണം എന്താണ്? ഖുർആൻ തന്നെ നേരിട്ട് പറയുന്നത്, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ് വഅൻത ഹില്ലും ബിഹാദൽ ബലദ്. ഒരൊറ്റ കാരണം, ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, നിസ്സംശയം ഒരു നാട് കൊണ്ട് ഞാൻ സത്യം ചെയ്യുകയാണ്. വത്തഫഖൽ ഉലമാഉ അലാ അന്ന ഹാദൽ ബലദ ഫമക്ക. ഖുർആന്റെ ആധികാരിക വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ റാസി ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, ലോകമെമ്പാടുമുള്ള എല്ലാവരും ഈ നാട് മക്കയാണെന്ന് വിഷയത്തിൽ രണ്ട് അഭിപ്രായമില്ല. എന്താണ് മക്കൾക്ക് ഇത്രയും അല്ലാഹു തആല പവിത്രത നൽകിയത്? എല്ലാവർക്കും ഉംറയും ഹജ്ജും ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തുകൊണ്ട് മക്കൾക്ക് അല്ലാഹു തആല ഇത്രയും മഹത്വം നൽകി? അല്ലാഹു തആല തന്നെ ഉടനെ ഖുർആനിൽ പറയുന്നു, അൻത ഹില്ലും ബിഹാദൽ ബലദ് കന്നഹു അല്ലമ മക്ക മിൻ അന്നഹു യാ റസൂലല്ലാഹ് അൻത നാസിലും ബിഹാദൽ ബലദ്. ഒരൊറ്റ കാരണം, ആ കാരണം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത സ്ഥലമാണ് പരിശുദ്ധമായ മക്ക. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മക്കക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ മഹത്വങ്ങളൊക്കെയും നൽകിയത് എന്ന് പറയുമ്പോൾ എത്രയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം? കഴിഞ്ഞു. അതിനേക്കാൾ മഹത്തായ വല്ല സ്ഥലവും ലോകത്തുണ്ടോ? അതെ, ഒരൊറ്റ സ്ഥലം മാത്രമാണ് ഈ ലോകത്തുള്ളത്. മഹാനായ ഖാളി ഇയാദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, വത്തഫഖൽ ഉലമാഉ അലാ അന്ന അഫ്ളല ബിഖാഇൽ അർളി മൗളി ഖബ്രിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ആദരിച്ച സ്ഥലം പരിശുദ്ധമായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന സ്ഥലം, അഥവാ മദീനത്തുൽ മുനവ്വറ, റൗള, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന സ്ഥലം. ഞാൻ ആലോചിക്കുന്നത്, ഒരു തവണ ഹജ്ജിന് ചെന്ന സമയത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികൻ, ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട സുഹൃത്ത് എന്നോട് ചോദിച്ചു, മദീനയിലേക്ക് പോകുന്നോ? അതേ, പോകുന്നു. എത്ര ദിവസം നിൽക്കും? 10 ദിവസം നിൽക്കും. മക്കയിൽ എത്രയാണ് കൂലി? 1,00,000. മദീനയിൽ എത്രയാണ് കൂലി? 1000. അപ്പൊ 1,00,000 ഒഴിവാക്കിയിട്ടാണോ നിങ്ങൾ 1000 ലഭിക്കുന്ന മദീനയിലേക്ക് പോകുന്നത്? ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ മദീനയിലേക്ക് പോകുമോ? പോകും. എത്ര ദിവസം നിൽക്കും? 1 ദിവസം നിൽക്കും. അപ്പോൾ പോകാൻ 1 ദിവസം, വരാൻ 1 ദിവസം. 450 കിലോമീറ്റർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഉണ്ടല്ലോ. ആ യാത്ര മധ്യേ അവിടെ ഇസ്തിഖ്ബാലും അവിടെ റിസപ്ഷൻ, അവിടെ പേപ്പറുകളൊക്കെ ശരിയാക്കുന്നതിന് മണിക്കൂറുകളോളം, ഏകദേശം ഈ 10, 12, 14 മണിക്കൂർ മക്കയിലേക്കുള്ള യാത്ര, മദീനയിലേക്കുള്ള തിരിച്ച് യാത്ര ആവശ്യമായി വരുന്നു. അപ്പൊ പോകാൻ 1 ദിവസം, വരാൻ 1 ദിവസം, മദീനയിൽ 1 ദിവസം. ഈ 3 ദിവസം നിങ്ങൾ മക്കയിൽ നിന്നിരുന്നുവെങ്കിൽ വെറും 5 വക്ത് നിസ്കാരത്തിന് മാത്രം നിങ്ങൾക്ക് ഓരോന്നിന് ഓരോ ലക്ഷം വീതം കൂട്ടിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 15 ലക്ഷം.
അതേ സ്ഥാനത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് വഴിയിലാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്, വരുന്ന സ്ഥലത്തും നിങ്ങൾ വഴിയിലാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ 5 5 10, അത് വെറും 10 തന്നെയാ കിട്ടുന്നത്. പിന്നെ മദീനയിൽ നിങ്ങൾ ഒരു 5 വക്താ നിസ്കരിക്കുന്നത്, 1000 നിസ്കരിക്കുന്നത്, 5000 കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് 14,95,000 നിങ്ങൾക്ക് നട്ടല്ലേ? നിങ്ങൾ എന്തിനാണ് നിങ്ങൾ മദീനയിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, അല്ല, അതൊന്നും മദീന കാണാനാണ്. 2-3 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നിങ്ങൾ ഈ 15 ലക്ഷം രൂപ, അല്ല 15 ലക്ഷം ഓരോന്നിലും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നതാണോ ബുദ്ധി, അല്ല ഇവിടെ നിൽക്കുന്നതാണോ ബുദ്ധി? അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. എന്നാൽ ഞാൻ പറഞ്ഞു, ഞാൻ പോകുന്നത് മദീനയിലേക്കല്ല, മറിച്ച് എനിക്ക് ഏറ്റവും എന്റെ കള്ളിന്റെ കരളായ, എന്റെ ചോരയെല്ലാമെല്ലാമായ എന്റെ ആത്മാവിന്റെ ആത്മാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. അവിടെ ചെന്നു അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം, മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നത്, മക്കയേക്കാൾ, ഹജ്റുൽ അസ്വദിനേക്കാൾ, മുൽതസബിനേക്കാൾ, മീസാബിനേക്കാൾ, എന്നല്ല അർശനേക്കാൾ, കുർസിനേക്കാൾ, ലൗഹുൽ മഹ്ഫൂദിനേക്കാൾ, ഇങ്ങനെ തുടങ്ങി എല്ലാറ്റിലും ഏറ്റവും മഹത്തായതാണ്. അതിനേക്കാൾ വലുതായി ഈ ലോകത്തൊന്നും ഇല്ല. സ്ഥലത്തിന്റെ വിഷയം. രണ്ടാമത്, സമയങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും മഹത്തായ സമയമാണ് നമുക്കറിയാം, മാസാണ് പരിശുദ്ധമായ റമദാനു ശരീഫ്. ആ റമദാനു ശരീഫിലെ ആ നിമിഷം മരിച്ചു, അവനൊരൊറ്റ റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരൊറ്റ നോമ്പ് നോറ്റിട്ടില്ല, ഒരു ഫിൽസ് സക്കാത്ത് കൊടുത്തിട്ടില്ല, ഒരു സൽക്രമവും ചെയ്തിട്ടില്ല. ചെയ്തതൊന്നേ ഒന്ന് മാത്രം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക എന്ന് മാത്രം. ഇവിടെ സാന്ദർഭികമായി ഒന്നുകൂടി ഉണർത്തുകയാണ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ചു, എന്നും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കണ്ടു. ഏറ്റവും മഹത്തായ മാസത്തില് റമദാനു ശരീഫില് വെള്ളിയാഴ്ച ബദ്റിൽ അന്ത്യശ്വാസം വലിച്ച വ്യക്തിയാണല്ലോ അബൂജഹൽ. പക്ഷെ അബൂജഹലിന് ഇത് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ട്? കാണേണ്ട പോലെ അകക്കണ്ണുകൊണ്ട് കാണാൻ കഴിയുക, പുറം കണ്ണല്ല. അബ്ദുല്ലാഹി മഖ്ദൂം റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുറം കണ്ണുകൊണ്ട് കണ്ടവരല്ല. തീർത്തും അന്ധനായിട്ടല്ലേ അബ്ദുല്ലാഹി മഖ്ദൂം റളിയല്ലാഹു അൻഹു ജനിച്ചത്, പക്ഷേ കണ്ടത് ഹൃദയം കൊണ്ട്. ഇവിടെയാണ് ഞാനും നിങ്ങളും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തെ എത്രമാത്രം നെഞ്ചിലേറ്റാൻ പറ്റുമോ അത്രയും നെഞ്ചിലേറ്റാൻ കഴിയുക എന്നത് ആ വ്യക്തിയാണ്. ആ നെഞ്ചിലേറ്റുക എന്നതിന്റെ ഏറ്റവും വ്യക്തമായ ലക്ഷണമാണ് സ്വലാത്തുകൾ അധികരിപ്പിക്കുക എന്നത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഇന്ന ഉലന്നാസി ബി യൗമൽ ഖിയാമ അക്തറുകും അലയ്യ സ്വലാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഞാനുമായി ഏറ്റവും കൂടുതൽ കണക്ഷൻ, ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവർ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവർ സ്വലാത്ത് ചൊല്ലുന്നവർ എന്നല്ല, മറിച്ച് സ്വലാത്ത് അധികരിപ്പിക്കുന്നവർ എന്നാണ്. ഈ ലോകത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും സ്നേഹിച്ചവരും സ്വലാത്ത് ചൊല്ലിയവരുമാണ് മഹാനായ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. ജനാസ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ റൗളയുടെ പരിസരത്ത് വെച്ചു. അവിടെ നിന്ന് ശബ്ദം കേട്ടു, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിനെ ഹബീബിലേക്ക് അടുപ്പിക്കൂ, ഹബീബിനെ ഹബീബിലേക്ക്, എന്റെ ആത്മസുഹൃത്ത് എന്നിലേക്ക് വെക്കൂ എന്ന ആ ശബ്ദം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുറൗളയിൽ നിന്ന് പിൽക്കാലങ്ങളിലും മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ
റളിയല്ലാഹു തആല തങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയിൽ വന്നുകൊണ്ട് ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുന്തു ഉർസിലുഹാ, അതാ ഞാൻ എൻ്റെ ആത്മാവ് സ്ഥിരമായി ഞാൻ ഇങ്ങോട്ട് അയക്കാറുണ്ടായിരുന്നു, ഞാൻ എപ്പോഴും സ്വലാത്ത് ചൊല്ലാറുണ്ട്, പക്ഷെ എനിക്ക് വരാൻ പറ്റിയിരുന്നില്ല, ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു. ഫഹാദിഹി നൗബത്തുൽ അഷ്ബാ, ആയതുകൊണ്ട് ഞാൻ നബിയെ തങ്ങളെ കൈനീട്ടണമെന്ന് പറഞ്ഞപ്പോൾ 10,000ങ്ങളുടെ മുമ്പിൽ വെച്ച് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൗളയിൽ നിന്ന് കൈനീട്ടി. മഹാനായ സുൽത്താൻ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഇ റളിയല്ലാഹു അൻഹു കൈ ചുംബിച്ച ചരിത്രം എന്തിനേറെ നമ്മുടെ മലബാറിൽ നിന്ന്, കേരളത്തിൽ നിന്ന് മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുറൗളയിൽ ചെന്ന് ആ റൗളയുടെ വാതിലടക്കപ്പെട്ടത് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. നന്നായി അങ്ങ് സ്വലാത്ത് ചൊല്ലി സ്വലാബൈത്ത് അങ്ങ് ചെല്ലലോടുകൂടെ ആ റൗളന്റെ വാതിൽ പൊട്ടിയത്. മഹാനായ വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു അൻഹു കടന്നത് ഇതിനൊക്കെ കാരണം വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഒരു ദിവസം 10,000 സ്വലാത്ത് വെളിയങ്കോട് ഉമർ ഖാലി റളിയല്ലാഹു തആല തങ്ങൾ ചൊല്ലുമായിരുന്നു. ഇവിടെയാണ് സ്വലാത്ത് ചൊല്ലുക എന്നല്ല, സ്വലാത്ത് എത്രത്തോളം അധികരിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം അധികരിപ്പിക്കുക. കുല്ലു ഹസബിൻ വനസബിൻ വസബബിൻ മുൻഖതി യൗമൽ ഖിയാമ ഇല്ലാ ഹസബി വനസബി വസബബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഏതേത് സ്ഥാനമാനങ്ങളും എല്ലാ പവറുകളും. കഴിഞ്ഞ ദിവസം തമിഴ്നാട് മുഖ്യമന്ത്രി മരിച്ചു. ആ ശവസംസ്കാര ചടങ്ങിന് മുമ്പ് തന്നെ പുതിയ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 1400-ലേറെ വർഷം കഴിഞ്ഞില്ലേ, ഇവിടെ ഒരു പുതിയ നബിയെ തെരഞ്ഞെടുത്തിട്ടില്ല, പുതിയ റസൂലിനെ തെരഞ്ഞെടുത്തിട്ടില്ല, തെരഞ്ഞെടുക്കുകയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്ത് മറ്റ് നേതാക്കന്മാരുടെ സ്ഥാനമാനങ്ങളെ പോലെയല്ല. ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് നബി. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് റസൂല്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് ഇമാം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു പകരക്കാരനില്ല. ആ ബഹുമാനവും മാതൃം മാത്രല്ല, കുല്ലു ഹസബിൻ വനസബിൻ, എല്ലാ തറവാടും മുറിഞ്ഞു പോകും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് ഖുറൈശ് കുടുംബം, ആ ഖുറൈശ് കുടുംബത്തിന്റെ സ്ഥാനമാനങ്ങൾ അതൊരിക്കലും അസ്തമിക്കുകയില്ല, മങ്ങലേൽക്കുകയില്ല. ഖിയാമത്ത് നാൾ വരെ ഖുറൈശ് കുടുംബം ഇവിടെ ജീവിക്കും. ആ ഖുറൈശ് കുടുംബത്തിന്റെ മഹത്വം നിലനിൽക്കും. ആ ഖുറൈശ് കുടുംബം സമൂഹത്തിന് നേതൃത്വം നൽകുക തന്നെ ചെയ്യും. ഇതെല്ലാം 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചല്ലേ. വസബബിൻ, എന്തേത് കണക്ഷനുകൾ എല്ലാം നമുക്ക് പരിധിയുണ്ട്, പരിമിതിയുണ്ട്. പക്ഷെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണക്ഷൻ ആ സ്വലാത്തിലേക്ക് ആളെ കൊണ്ടുവരിക, ആ സ്വലാത്ത് ചൊല്ലുക, അതിലേക്ക് ഭക്ഷണം കൊടുക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സ് പരിപോഷിപ്പിക്കുക. അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണും, അറിയും. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിയുകയും അവിടുന്ന് സ്നേഹിക്കുകയും ചെയ്യുക തന്നെ ചെയ്യും. ഖുർആനിൽ ഏറ്റവും അവസാനമിറങ്ങിയ ആയത്ത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, വഫാത്താകുന്നതിന് തൊട്ടു മുമ്പ് അതിന്റെ മുമ്പ് ഇറങ്ങുന്ന ആയത്ത് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്ത് തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്ത്. ഈ ആയത്ത് കുട്ടികളൊക്കെ മനഃപ്പാഠമാക്കുന്നത് വളരെ നല്ലതാണ്. ആ ആയത്ത് ആ 23 വർഷക്കാലത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധത്തിന്റെ രക്തചുരുക്കമാണ്, അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് ഇതാ ഒരു പ്രവാചകൻ. ഈ ആയത്തിന്റെ ഖവാസുൽ പ്രത്യേകതയിൽ പറഞ്ഞതായി കാണാം. ഈ ആയത്ത് ചൊല്ലുന്ന മനുഷ്യൻ ചെല്ലിയ ദിവസം മരിക്കില്ല എന്നുവരെ പണ്ഡിതന്മാര് പറയുന്നതായി കാണാം. ധാരാളം മഹത്വങ്ങൾ ഈ ആയത്തിന് മഹത്വക്കളായ പണ്ഡിതന്മാര് പറയുന്നത്. ആയത്തിന്റെ രക്തചുരുക്കം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അസീസുൻ അലൈഹി മാ അനിത്തും,
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വരിക എന്നത് നിങ്ങൾ വിഷമിക്കുന്നതിലേറെ, നിങ്ങളുടെ ഉമ്മ ഉപ്പ വിഷമിക്കുന്നതിലേറെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് വിഷമിക്കുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പനി വന്നാൽ, ഇവിടെ ഇങ്ങോട്ട് വന്നു, എന്തെങ്കിലും ഒരു ചെറിയ അസ്വസ്ഥത വന്നാൽ അങ്ങകലെ കിടക്കുന്ന നിങ്ങളുടെയും എന്റെയും ഉമ്മമാർ അറിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കുമുള്ള വിഷമത്തേക്കാൾ കൂടുതൽ ഉമ്മയാണ് വിഷമിക്കുന്നത്. ഉമ്മ പിന്നെ എത്ര വട്ടമാണ് ഇങ്ങോട്ട് ഫോൺ കാൾ ചെയ്യുന്നത്, മോനെ വരണം, എന്താണ് പനി, എപ്പോ ഇന്ന് പനിച്ചോ, ഭക്ഷണം കഴിച്ചോ, കുടിച്ചോ? ഉമ്മ അവിടുന്ന് മനസ്സൊരുക്കി ദ്വാരക്കുകയാണ്. ഉമ്മക്ക് ഗുളിക നൽകാൻ, ഉമ്മക്ക് അരിഷ്ടം നൽകാൻ, മറ്റു ട്രീറ്റ്മെന്റ് നടത്താൻ കഴിയുന്നില്ല. ഉമ്മ എപ്പോഴും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഉമ്മ സ്നേഹിക്കുന്നതിലേറെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കുന്നു. ആ സ്വലാത്ത് ചൊല്ലുന്ന നിമിഷം ഇന്ന ലില്ലാഹി മലായികതൻ സ്വയ്യാഹീന ഫിൽ അർള്, കോടാനുകോടി മലായികത്തിന്റെ ഡ്യൂട്ടി തന്നെ. ആരാണോ സ്വലാത്ത് ചൊല്ലുന്നത് ആ സ്വലാത്ത് ആ നിമിഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് മലായികത്തിന്റെ ഡ്യൂട്ടി. ആ എത്തിയ ഉടൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടം കൊണ്ട് വലഞ്ഞും വിഷമിക്കുന്ന മനുഷ്യൻ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം ചൊല്ലിയാൽ മാ മിൻ മുസല്ലിമിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഫറുദ് അലൈഹി സലാം. സ്വഹീഹായ ഹദീസിൽ കാണാം, എന്റെ പേരിൽ ആരാണോ സലാം ചൊല്ലുന്നത് ആ നിമിഷം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലുകയും അവിടുന്ന് തിരിച്ച് സലാം വീട്ടുന്നത്. അഥവാ അള്ളാഹുവിന്റെ റസൂൽ കടം കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ എങ്ങനെ കടം വീടുന്നു, രോഗം കൊണ്ട് വിഷമിക്കുന്ന മനുഷ്യൻ എങ്ങനെ രോഗം മാറുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൂടിയാണ് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് തിരിച്ച് സല്ലമക അസ്സലാമു അലൈക, അല്ലാഹു തന്നെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, നിന്റെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തട്ടെ, നിന്റെ പ്രയാസത്തിൽ നിന്ന്. പരീക്ഷാർത്ഥി പരീക്ഷാ ഹാളിൽ കിടന്ന് വല്ലാതെ വിഷമിക്കുന്ന സമയമാണ്. ആ വിഷമിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹ്യിൻ നുഫൂസ് സ്വലാത്തുൻ തുസ്ഇദുനാ ഫീഹാ ഫീ ജമീഇ ദുറൂസ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. 30,000 സീഗകൾ സ്വലാത്തിനുണ്ട്. ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം സ്വലാത്തുകളുണ്ട്. പരീക്ഷാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിന് ഏറ്റവും നല്ല സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹ്യിൻ നുഫൂസ് സ്വലാത്തുൻ തുസ്ഇദുനാ ഫീഹാ ഫീ ജമീഇ ദുറൂസ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. പടച്ചവനെ രക്ഷിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത കഴിവ് ലോകത്ത് മറ്റാർക്കും കൊടുത്തിട്ടില്ല. റബ്ബേ അതുകൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന അർത്ഥം വരുന്ന ആ സ്വലാത്ത് ചൊല്ലുന്നുവെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സ്വലാസങ്ങൾ തിരിച്ച് നമുക്ക് ദുആ ചെയ്യുന്നു, നിന്നെ പരീക്ഷയിൽ വിജയിപ്പിക്കുമാറാവട്ടെ. എൻ്റെ ജീവിതത്തിൽ നടന്ന എന്തെല്ലാം പരീക്ഷണങ്ങൾ, ഏതെല്ലാം ഘട്ടങ്ങളിൽ എല്ലാ സ്വലാത്തുകൾ മാത്രമാണ് ഞാൻ എല്ലാറ്റിനും അഭയമായി കാണുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് നമുക്ക് സ്വലാത്ത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തുകയാണ്. ചിലർക്ക് സംശയം, ഇതൊക്കെ ഈ ആധുനിക നൂറ്റാണ്ട് പറയാൻ പറ്റുമോ? രോഗം വന്നാൽ ചികിത്സിക്കണ്ടേ? ഇങ്ങനെ പറഞ്ഞാ മാറൂ. ഒരു നാട്ടിലെ പൗരപ്രധാനി, അദ്ദേഹത്തിന്റെ മകൾക്ക് രോഗിണിയായി പല ചികിത്സയും നടത്തി, മാറുന്നില്ല. അവസാനം അദ്ദേഹം എല്ലാ ചികിത്സാരികളെയും വിളിച്ചു വരുത്തി. അതിൽ അലോപ്പതി, ആയുർവേദിക്, യൂനാനി, ഹോമിയോ, അതിലൊരു ഉസ്താദ് ഉണ്ടായിരുന്നു. അങ്ങനെ പലരും മരുന്ന് നിർദ്ദേശിച്ച സമയത്ത് ഉസ്താദ് ഡോക്ടർ ഹോമിയോ മരുന്ന് പറഞ്ഞു, അലോപ്പതി ഡോക്ടർ അലോപ്പതി മരുന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ആയുർവേദിക് ഡോക്ടർ ആയുർവേദിക് പറഞ്ഞു. ആ കൂട്ടത്തിൽ സാധു മുസ്ലിയാര് കുറച്ച് മന്ത്രിക്കാൻ എഴുതി. അതില് ഡോക്ടർ എഴുന്നേറ്റ് വളരെ മോശമായിട്ട്, മുസ്ലിയാർ, ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ പറയാൻ പറ്റുന്നതാണോ? ഇതൊക്കെ രോഗം ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയല്ലേ, തോന്നലല്ലോ. രോഗത്തിന് ഇങ്ങനെ ചൊല്ലി പറഞ്ഞാൽ മാറുമോ എന്ന് ചോദിച്ച് വളരെ മോശമായി പ്രതികരിച്ച സമയത്ത് അദ്ദേഹം ഒരു തന്ത്രം ഉപയോഗിച്ചു. അദ്ദേഹം ചോദിച്ചു, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഈ ഡോക്ടറെ മുഖത്ത് വളരെ മോശപ്പെട്ട ഒരു പേരങ്ങ് വിളിച്ചു, പറയാൻ പറ്റാത്ത പേര്. എൻ്റെ മുമ്പ് നിങ്ങളോട് പറയാൻ പറ്റാത്ത തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട ജിയുടെ പേര് ഭേഷ് മകനെന്ന് വിളിച്ചതങ്ങ് പറയലോടുകൂടെ
ഈ ഡോക്ടറുടെ നിറം മാറി, മുഖം മാറി, രൂപം മാറി, ഭാവം മാറി, ശൈലി മാറി, എല്ലാം അങ്ങ് മാറി. അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ നല്ല വെളുത്ത മുഖം കറുത്തിരുണ്ട മുഖമായി മാറി. അദ്ദേഹത്തിന്റെ കണ്ണ് ചുകക്കാൻ തുടങ്ങി, അദ്ദേഹത്തിന്റെ രോമം എടുത്തു പിടിക്കാൻ തുടങ്ങി, കയ്യും കാലും വിറക്കാൻ തുടങ്ങി, ആകങ്ങു മാറാൻ തുടങ്ങി. ഈ മാറാൻ തുടങ്ങിയ സമയത്ത് ഡോക്ടർ ഇങ്ങനൊക്കെ ഗോപാകുലനായ സമയത്ത് സോറി ഞാൻ ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നു? ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തിരുന്നു, ഞാൻ റേഡിയേഷൻ നടത്തിയിരുന്നോ? നിങ്ങളുടെ എന്തെല്ലാം ചേഞ്ചസുകൾ അവിടെ ഉണ്ടായത്? ഞാനൊരു പേരല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചീത്ത പേര് പറഞ്ഞപ്പോ ചീത്ത പ്രതിഫലനം ഉണ്ടാകുമെങ്കിൽ നല്ല പേര് പറഞ്ഞാൽ നല്ല പ്രതിഫലനം ഉണ്ടാകുമോ? ഒരു ഇത്രയും മോശപ്പെട്ട ഒരു ചീത്ത പേര് ഞാൻ പറഞ്ഞപ്പോഴേക്ക് സെക്കൻഡുകളെ കൊണ്ട് നിങ്ങൾക്ക് ഇത്രമാത്രം നിങ്ങളുടെ രക്തത്തിലും നിങ്ങളുടെ മജ്ജയിലും മുഖത്തും കയ്യിലും കാലിലും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അത് പ്രകടമായി. എന്നാൽ നല്ല പേര് പറഞ്ഞാൽ ഇതുണ്ടാകുമോ? അപ്പൊ ചിലർക്ക് വേറെ സംശയം, എന്നാ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് എന്താകുന്നില്ല, അത് കാണുന്നില്ല. ആ വിളിച്ച പേര് ഞാൻ മലയാളത്തില് ഒരു സായിപ്പിനോടാ പറഞ്ഞതെങ്കിലോ സായിപ്പിച്ചിരിക്കും. കാരണം സായിപ്പിന് ഏതറിയില്ല, മലയാള ഭാഷ അറിയില്ല. മലയാള ഭാഷയിൽ ആ പേരിന്റെ മോശം അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ അത് അറിയുന്നവർക്കേ അത് അറിയുകയുള്ളൂ. എന്ന പോലെ തന്നെ അതാണ് അർത്ഥം അറിഞ്ഞുകൊണ്ട് പറയുകയാണെങ്കിൽ ഫലം കൂടുതൽ. മഹാനായ ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങള് സവാദിൽ പറഞ്ഞായി കാണാം, വലിൽ കലാമി തഅ്സീറുൻ ഫി ഇത്തിബാഇ വന്നുഫൂസ്. ചില സംസാരങ്ങൾക്ക് സിഹ്ർ ഫലിക്കുമോ ഫലിക്കില്ലേ എന്ന വിഷയത്തെക്കുറിച്ച് ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല തങ്ങൾ പറ, ചില വാക്കുകളെ കൊണ്ട് യഗ്ലബു വയഹ്മറു വജ്ഹു, മുഖം ചുകക്കുന്നതായി കാണാം, ഗോപാകുലനായി കാണാം. ചില വാക്കുകളെ കൊണ്ട് പനി പിടിക്കുന്നത് വരെ ആയി കാണാം. ഇവിടെയാണ് നല്ല വാക്ക് പറഞ്ഞാൽ നല്ല വാക്ക്, പക്ഷേ അതിനൊരു ഉപാധിയുണ്ട്. മഹാനായ മുല്ലാ അലിയുൽ ഖാരി റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, വഅലം അന്നൽ അദ്വിയത്തുൽ മഅനവിയ്യ കദ്ദിക്രി വസ്വലാത്തി വതിലാവത്തിൽ ഖുർആൻ അംഫൗ വഅസ്ദഖു മിനൽ അദ്വിയത്തിൽ ഹിസ്സിയ്യ ലാകിൻ ബിശർത്തി തസ്ബീഹിൻ നിയ്യ. രോഗശമനത്തിന് അരിഷ്ടങ്ങളുണ്ട്, ആസവങ്ങളുണ്ട്, അലോപ്പതി, ആയുർവേദിക്, യുനാനി, വിവിധ ചികിത്സാ മുറകളുണ്ട്. പക്ഷേ ഒരു സൈഡ് എഫക്റ്റും ചെയ്യാത്തത്, ഒരു സാമ്പത്തിക ബാധ്യതയുമില്ലാത്തത്, നിനക്കൊരു നഷ്ടവുമില്ലാത്തത് നിനക്ക് ദിക്റ്, സ്വലാത്ത്, ദുആകളാണ്. ഞാനൊരു കാര്യം സാന്ദർഭികമായി ഉണർത്തട്ടെ. ആദ്യകാലങ്ങളിലൊക്കെ പാമ്പ്, തേള് കണ്ടാല്, എല്ലാം കടിച്ചാല്, എല്ലാം വിഷയേറ്റാല് ഉടനെ ഡിഫായ് ഷെയ്ഖിന്റെ പേരിൽ മാല ചെല്ലലാണ്. ഡിഫായ് ഷെയ്ഖിന്റെ പേരിൽ ഖത്മു ഓതലാണ്. ഡിഫായ് ഈ ബെയ്ത്ത് ചെല്ലലാണ്. ഇപ്പോഴൊക്കെ ചെല്ലിട്ടുണ്ടെങ്കിൽ ആള് കളിയാക്കും, മക്കാറാക്കും. എന്നാൽ ഒരു കാര്യം തീർച്ചയാണല്ലോ, എൻഡോസൾഫാൻ കീടനാശിനി പോലെ ദോഷം ചെയ്യൂല എന്ന കാര്യം ഉറപ്പാണല്ലോ. എൻഡോസൾഫാൻ ഉപയോഗിച്ചപ്പോ വർഷങ്ങൾ എത്രയായി, ഇന്നും അതിന്റെ ദുരന്തം. ഈ ബജറ്റിലും എത്ര കോടികൾ അതിന്റെ ഇരകൾക്ക് നീക്കി വെക്കേണ്ടി വന്നു, എത്ര വൈകല്യങ്ങൾ ഉണ്ടായി. എന്നാൽ ഇപ്പോ നമ്മുടെ തൃശ്ശൂർ സമ്മേളനം നടന്ന സ്ഥലം, വല്ലാത്ത കുറെ സംഭവങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ആ സ്ഥലത്തേക്ക് കാട് ക്ലിയർ ആക്കാൻ വേണ്ടി ഇറങ്ങിച്ചെന്നപ്പോ 3 ലക്ഷം രൂപ ചെലവാക്കി കഴിഞ്ഞു. ഒന്നും ആകുന്നില്ലെന്ന് മാത്രമേ വിട്ടുമ്പോഴേക്ക് പാമ്പിനെ കാണുന്നത്. 10-20 കൊല്ലത്തോളായി ആ പറമ്പിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. വലിയ വലിയ ചെടികൾ പാമ്പ് നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ കേട്ടല്ലോ. അന്നും സമ്മേളനത്തിൽ ദ്വാരക്കുന്ന സമയത്ത് ഒരാളെ പാമ്പ് കടിയേറ്റത്, അന്നും അവിടെ ദ്വാരവും നിങ്ങൾ കേട്ടുകയാണല്ലോ. മാഷാ അല്ലാഹ്, ആ കുട്ടി ഐസിയുന്ന് സുഖമായിട്ട് പിന്നെ ആ സമ്മേളനത്തിൽ ദ്വാരക്കുമ്പോ ആ സാസിൽ വന്നു. നിങ്ങൾ അറിഞ്ഞോളൂന്ന് എനിക്കറിയില്ല. ആ കണ്ണൂര് പള്ളിലശ്ശേരി കാതറാജി എന്നെ കൊണ്ടുവന്നിട്ട് ആ കുട്ടി സുഖമായി വന്ന്, എന്നാ ഇവിടത്തേക്ക് എങ്ങനെ കടക്കാൻ പറ്റും എന്നതാകുന്ന സമയത്ത് വണ്ടൂർ ഉസ്താദ് പറഞ്ഞു, നമ്മൾ ഏതായിരുന്നാലും രിഫായും തങ്ങളെ പേരിൽ യാസീൻ ഓതിട്ട് നമ്മൾ കാടാണ്ട് വെട്ടാൻ തുടങ്ങുക. പക്ഷേ പാമ്പ്, ഓരോ വീട്ടിലും പാമ്പുകൾ എത്രയാ. അങ്ങനെ കുറച്ചുകൊണ്ട് വെട്ടിയപ്പം കണ്ടിണ്, പിറ്റേന്ന് കണ്ടിണ്, ആര് എന്തെന്നറിയാൻ പറ്റുന്നില്ല. കാടങ്ങ് തീ പിടിച്ചു എന്ന് മാത്രമല്ല, അതിലാകങ്ങ് ബേജാറാ. ഫയർഫോഴ്സ് വണ്ടികളൊക്കെ അങ്ങ് വന്നു. പക്ഷെ വന്ന ഫയർഫോഴ്സ് ഒക്കെ ശാസ്ത്രം എവിടെ കിടക്കുന്നു എന്നുള്ളത് വന്ന്, ഇത് മെയിൻ റോഡിനേക്കാൾ ഒരു 4 അടി താഴ്ന്ന സ്ഥലമാണല്ലോ. അങ്ങോട്ട് വണ്ടി ഇറങ്ങാ
കഴിയുന്നില്ല. 14 മണിക്കൂർ നിന്നങ്ങ് കാടങ്ങ് കത്തിയെന്നല്ലാതെ അതോടുകൂടെ തന്നെ എല്ലാ പാമ്പുകളും അങ്ങ് പോയെന്നല്ലാതെ ഏത് രൂപത്തിലാണ് ഇതെല്ലാം നഷ്ടപ്പെടുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ ഏതാണെങ്കിലും ആ തൃശ്ശൂർ സമ്മേളനമൊക്കെ വലിയ മഹാ അത്ഭുതമാണ് നമുക്ക് ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഏത് രോഗത്തിനും ഏത് പ്രശ്നങ്ങൾക്കും പ്രതിവിധി ദിക്റും സ്വലാത്തും ദുആഉം ആത്മീയ ചികിത്സകളാണ്. പക്ഷെ അതിനൊരൊറ്റ ഉപാധി, ലാകിൻ ബിശർത്തി തസ്ഫീഹി നിയ്യ, വിശ്വാസം ക്ലിയർ ആക്കണം എന്ന ഒരൊറ്റ ഉപാധി. എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നു അതിനനുസരിച്ചായിരിക്കും. അടുത്തൊരു ദിവസം നോമ്പ് തുറക്കുന്ന സമയത്ത് ധാരാളം വിഭവങ്ങൾ മുമ്പിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും വായ നിറയുന്നു. വാങ്ങ കൊടുത്തേമ്പാട് ഈത്തപ്പഴം വായിലിട്ട് വെള്ളം കുടിച്ച് സമൂസ, കാറ്റ്ലേറ്റ് എല്ലാവരും കഴിക്കുന്നു. എൻ്റെ തൊട്ട് മുമ്പിലുള്ള ആളെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീരൊഴുകുകയാണ് ചെയ്യുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു, എന്ത് പറ്റി എന്ന് വെച്ചോ പറഞ്ഞ് തൊള്ളയിൽ നിറയെ പുണ്ണാണ്. അപ്പം എല്ലാവരും വായിലും നീര് നിറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലാണ് നീര് നിറയുന്നത്, വായിൽ നീരല്ല നിറഞ്ഞത്. കാരണം ആ നായിൽ പുണ്ണായതുകൊണ്ട് ആ വായു ശ്വസിക്കാൻ കഴിയുന്നില്ല, ആ മധുരം ആസ്വദിക്കാൻ കഴിയുന്നില്ല. നല്ല പനിച്ച് ദാഹി തളർന്നാല് നല്ല ലഡു കൊടുത്താല് അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് ആ ടേസ്റ്റ് ബഡ്സ് പ്രവർത്തനരഹിതമായതുകൊണ്ട് മാധുര്യം ആസ്വദിക്കാൻ കഴിയില്ല. അപ്പൊ ആത്മാവ് ഭൗതിക ഭക്ഷണം ഭൗതികാരോഗ്യത്തിന് ഗുണകരമാണെങ്കിൽ, അതിന് ഭൗതികാരോഗ്യ നില നന്നാവണമെങ്കിൽ, ആത്മീയ ഭക്ഷണം ആത്മാവിന്റെ ആരോഗ്യ നിലക്ക് ഉപകാരമാവണമെങ്കിൽ അത് ആത്മീയ ആരോഗ്യ നില, വിശ്വാസം ക്ലിയർ ആവണം. എങ്കിൽ തീർച്ചയായും നടക്കുക തന്നെ ചെയ്യും. അതിനായിരം കുറെ പറയണ്ട. മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് വന്നതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഉപസംഹരിക്കുകയാണ്, നിർത്തുകയാണ്. അവസാനമായി ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, സ്വലാത്ത് കൊണ്ട് എന്ത് ലഭിക്കുന്നു എന്നതിന് ഏറ്റവും ജീവിച്ചിരിക്കുന്ന തെളിവാണ് ഈ സ്വലാത്ത് നഗർ. 1997 ജൂൺ 6 അങ്ങ് അകലക്ക് അപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ പള്ളിയില് 6.5 സെന്റ് 7 സെന്റ് അന്ന് പൊന്മള ഉസ്താദിനോട് ചോദിച്ചാൽ അറിയാം. പൊന്മള ഉസ്താദ് നേരിട്ട് എല്ലാറ്റും ദൃസാക്ഷിയാണ്. അതിന്റെ തൊട്ട് മുമ്പ് 7 കുട്ടികൾക്ക് പൊന്മള ഉസ്താദും ഞാനും പൊന്മള മൊയ്തീൻകുട്ടി ബാപ്പ ഉസ്താദും വന്ന് ദറസ് തുടങ്ങി. കുട്ടികൾക്ക് താമസിക്കാൻ കഴിയാതെ, ചെലവ് കിട്ടാതെ ദറസ് വേണ്ടെന്ന് പറഞ്ഞ് നിർത്തിയ ആ 7 സെന്റ് പള്ളിയിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്നത്തേക്ക് 19 വർഷം പിന്നിടുമ്പോഴേക്ക് 15,000-ലധികം സെന്റ് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടെ, 15,000-ലധികം സെന്റ് എന്ന് പറഞ്ഞാൽ 1 സെന്റ് കേരള ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ എല്ലാം വഖഫ് ബോർഡോ നൽകി എല്ലാം കാശ് കൊടുത്തിട്ട് മാത്രല്ല 20,000-ലേറെ വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികൾ മന്ത്രിമാരുടെ മക്കൾ വരെ ഇന്ന് മഅദിലിൽ പഠിക്കുന്നെന്ന്. കർണാടകയിൽ ആരോഗ്യമന്ത്രി UT അബ്ദുൽ ഖാദർ സാഹിബിന്റെ കുട്ടി വരെ ഇവിടെ മഅദിലിൽ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ മാത്രല്ല 1780 സ്റ്റാഫ് അംഗങ്ങൾ, മാത്രല്ല 34 സ്ഥാപനം. ഇതൊന്നും സ്ഥാപനം ഇവിടെയല്ല, ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് നിങ്ങൾ ചെന്ന് നോക്കിയ മഹബ സ്ക്വയർ, പോളിടെക്നിക്, അതുപോലെ തന്നെ അതിനുള്ള സംവിധാനം. അവിടുന്ന് 1 കിലോമീറ്റർ അകലെ പോയാൽ എജു പാർക്ക്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജ് സെന്റർ, ഇങ്ങനെ തുടങ്ങിയ കേരള ഗവൺമെന്റ് പോലും തുടങ്ങിയിട്ടില്ലാത്ത സ്പാനിഷ് അക്കാദമി പോലുള്ള വിവിധ സ്ഥാപനങ്ങളിലായി 10,000-20,000 വിദ്യാർത്ഥികൾ പഠിക്കുന്നു. ഇത്രയും വളർച്ചയ്ക്ക് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടിയെ പറയാനുള്ളൂ, ഇതെല്ലാം സ്വലാത്തിൽ നിന്ന് നിർഗളിച്ചതാണ്. സ്വലാത്തിന്റെ ഫലങ്ങൾ എല്ലാ അറബി മാസവും അവസാന വെള്ളിയാഴ്ച രാവ് നടക്കുന്ന സ്വലാത്ത്, ആ സ്വലാത്തിന്റെ ഒരൊറ്റ ബർക്കത്ത് കൊണ്ട് മാത്രം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും, നമ്മുടെ പ്രസ്ഥാനം, മഹാനായ താജുൽ ഉലമ റബ്ബ് അവരുടെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്, നൂറുൽ ഉലമ അവരുടെ ദറജനെ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന മഹാനായ റഈസുൽ ഉലമ, മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ ഈ വളർച്ചയിൽ നിന്ന് എത്തിയതിന്റെ പിന്നെ രഹസ്യം ഉസ്താദ് എപ്പോഴും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത്. ആ മർക്കസിൽ എത്രയാണ് സ്വലാത്തുകൾ ദിവസവും സഹീഹുൽ ബുഖാരി 50 വർഷത്തിലേറെ 60 വർഷക്കാലത്തോളായി മഹാനായ സുൽത്താൻ ഉലമ സഹീഹുൽ ബുഖാരി ഓതി കൊടുക്കുന്നത്. ആ ഓരോ സദസ്സിലും
ധാരാളം വിദേശ രാജ്യങ്ങളിലെ പണ്ഡിതന്മാർ വരെ കേരളത്തിൽ വരുമ്പോഴൊക്കെ അവർ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ദറസിലിരിക്കുന്നത്, അവർ ഒന്നിച്ചു ചൊല്ലുന്ന സ്വലാത്ത്, അങ്ങനെ ഏത് സ്ഥാപനങ്ങൾ വളർന്നോ ഉയർന്നോ അതിന്റെ ഒക്കെയും പിന്നിലെ രഹസ്യം സ്വലാത്താണ്. അതുകൊണ്ട് അവസാനമായി കുട്ടികളോട് നിങ്ങൾ സ്വലാത്തുകൾ പതിവാക്കുക, നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന സ്വലാത്തുകൾ പതിവാക്കുക. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളുടെ കുട്ടികൾ എല്ലാ അർത്ഥത്തിലും നീ വിജയികൾ പെടുത്തണേ അല്ലാഹ്. എല്ലാ എക്സാമുകളും നല്ല റിസൾട്ടുകൾ നൽകണേ അല്ലാഹ്. നല്ല കുടുംബജീവൻ നൽകണേ അല്ലാഹ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഉദ്ദേശിച്ച അത്രയൊന്നും സൗകര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അർഹിക്കുന്ന സൗകര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് ഇനി അടുത്തതിൽ പരമാവധി ചെയ്യാൻ ശ്രമിക്കും. വല്ല വിഷമവും വന്നെങ്കിൽ സഹിക്കണം, സഹകരിക്കണം, ക്ഷമിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ സംസാരോട് ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.